ജാപ്പനീസ് സാമുറായി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനാകാൻ ജസ്റ്റിസ് ഉക്കോൺ. ജപ്പാനിലെ ഉയർന്ന സൈനിക വർഗമായ സമുറായി വിഭാഗത്തിൽ നിന്നുള്ള വാഴ്ത്തപ്പെട്ട ജസ്റ്റിസ് ഉക്കോണിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളെ പറ്റിയുള്ള അന്വേഷണം ആരംഭിച്ച് വത്തിക്കാൻ. അത്ഭുതം സ്ഥിരീകരിച്ചാൽ ആദ്യമായിട്ട് സമുറായിയായ ഒരാൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇത് സംബന്ധിച്ച വിവരം ജപ്പാനിലെ ഒസാക്ക അതിരൂപതയുടെ കർദിനാളായ തോമസ് അക്വീനാസ് വ്യാഴാഴ്ചയാണ് വെളിപ്പെടുത്തിയത്. ജസ്റ്റിസ് ഉക്കോണിന്റെ സ്മരണാർത്ഥം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഫിലിപ്പീൻസിലെ മനില കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം. ഉക്കോൺ നാടുകടത്തപ്പെട്ട് മരണം വരിച്ച സ്ഥലത്തേക്ക് ജപ്പാനിൽ നിന്നുള്ള 30 തീർത്ഥാടകരോടൊപ്പം ഡിസംബർ 18 മുതൽ 20 വരെ നീണ്ടുനിന്ന വാർഷിക തീർത്ഥാടനത്തിൽ പങ്കെടുക്കാനാണ് കർദിനാൾ തോമസ് അക്വീനാസ് എത്തിയത്. വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും അംഗീകാരങ്ങളും പൂർത്തിയാകാൻ വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് കർദിനാൾ പറഞ്ഞു. 1552 ബുദ്ധമതം പിന്തുടർന്നിരുന്ന ഒരു പ്രഭു കുടുംബത്തിലാണ് ജസ്റ്റിസ് ഉക്കോൺ ജനിക്കുന്നത്. കൃത്യമായ പരിശീലനത്തിലൂടെ അറിയപ്പെടുന്ന ഒരു യോദ്ധാവായി ജസ്റ്റിസ് മാറി. ഉക്കോണിന് 11 വയസ്സുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഒരു പിൻഗാമിയുമായി വിശ്വാസ പ്രചാരണം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംവാദത്തിൽ ഏർപ്പെട്ടു. എന്നാൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിൽ ആകൃഷ്ടനായി മകനോടൊപ്പം ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയായിരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച അവർ തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് ജപ്പാനിലെ മിഷണറിമാർക്ക് പിന്തുണയും സംരക്ഷണവും നൽകിയിരുന്നു. ജപ്പാനിലെ ചാൻസലറായിരുന്ന ടൊയോട്ടോമി ഹിഡയോഷിയുടെ കാലത്ത് കത്തോലിക്ക വിശ്വാസികൾക്കെതിരെ ശക്തമായ മതപീഡനം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഭരണാധികാരികൾ ഉക്കോണിനെ വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും തന്റെ അധികാരങ്ങളും സ്വത്തുവകകളും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അയാൾ മുറുകെ പിടിക്കുകയായിരുന്നു. ഇതിന്റെ പേരിൽ 300ഓളം ക്രൈസ്തവരോടൊപ്പം നാടുകടത്തപ്പെട്ട അദ്ദേഹം 1615 ഫിലിപ്പീൻസിൽ വെച്ച് നാട്ടിൽ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ സമ്മാനിച്ച അനാരോഗ്യം മൂലം മരണമടയുകയാണ് ഉണ്ടായത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു ഉക്കോൺ നൽകിയ അവസാന സന്ദേശം. 2016 ഉക്കോണിന്റെ മരണം രക്തസാക്ഷിത്വമായി അംഗീകരിക്കുന്ന ഡിക്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ചിരുന്നു. 2017 ഫെബ്രുവരി മാസമാണ് ഉക്കോൺ ഔദ്യോഗികമായി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്.